ആറന്മുള പഞ്ചായത്തിലെ ഇടയാറന്മുളയിലുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കോഴിപ്പാലം. രാവിലെ 7 മണി വരെ ബസ് കടന്നുപോയ വഴിയാണിത്. ഏകദേശം ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളുടെ വാഹനമുള്ളത്. അവിടെ നിന്നാണ് ഈ മനുഷ്യരൊക്കെ ഈ നടന്ന് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട MC റോഡിൽ നിന്ന് പ്രധാനപ്പെട്ട റോഡാണ്. ആറന്മുളയിലേക്കും ഒപ്പം തന്നെ ചെങ്ങന്നൂർ കോഴഞ്ചേരി ഭാഗത്തേക്കും ഒക്കെ പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ആ വീടിനകത്തൂടെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ നമ്മൾ പുഴയെന്നോ തോടെന്നോ ഒക്കെ വിളിക്കാവുന്ന അത്ര രീതിയിലുള്ള ഒഴുക്കാണ്. ആ വീടിന്റെ പോർച്ചിനകത്തൂടെ വെള്ളം ഒഴുകി വരുന്നത്. ഇപ്പുറം തൊട്ട് നീന്താ 1 കിലോമീറ്റർ എത്ര മണിക്കാ പോയെ? 8:30. ഇതിലുള്ള ബസ്സിന് വന്ന് ഇവിടെ ഇറങ്ങി അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നുള്ള ബസ്സിന് അങ്ങോട്ട് പോയി. ഈ പ്രളയത്തിന് ശേഷം ഇതുപോലൊരു വെള്ളം പൊക്കം ആദ്യമായിട്ടാ. ഈ കടയിലേക്കൊക്കെ വെള്ളം കയറി. രാവിലെ ആളുകളൊക്കെ അത് പൊക്കിയെടുത്ത് മാറ്റാനുള്ള പരമാവധി ഉയർത്തി വെക്കാനുള്ള ശ്രമത്തിലാണ്. ചേട്ടാ എപ്പോഴാ വെള്ളം കയറിയേ? രാവിലെ 6:30 ആയപ്പോൾ വെള്ളം കയറി. കയറി തുടങ്ങി. ഇപ്പം മുങ്ങി. ആളുകള് രാവിലെ ഇതുവഴി വണ്ടി കൂടെ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൂടെയാണ് ഈ പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം ഇതേപോലെ ഒഴുകിയെത്തുന്നത്. 2018 ഇതേപോലെ വെള്ളം ഇവിടെ ഒഴുകിയെത്തിയിരുന്നു. പ്രളയത്തിലും ഇതേപോലെ മനുഷ്യർക്ക് ധാരാളം നഷ്ടങ്ങളുണ്ടായിരുന്നു. ഈ പ്രളയത്തിന് ശേഷം ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്ത ആളാണ്. ആറന്മുള ടൗണിൽ ഉൾപ്പെടെയുള്ള പല ഇതേപോലത്തെ ചെറിയ കടകൾക്കുൾപ്പെടെ പലർക്കും ഇതുവരെ പണം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവർ അവിടെ നിന്നൊക്കെ ജീവിതം മുന്നോട്ട് വളരെ പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് വീണ്ടും സമാനമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളക്കെട്ടുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ആർക്കും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.